മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപടി തൂലികയിലൂടെ പകർത്തുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു ഇ.വി. ശ്രീധരൻ എന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ ഇ.വി. ശ്രീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. അനുസ്മരണ പ്രഭാഷണം നടത്തി. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപടി തൂലികയിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ നോവലിറ്റികളാണെങ്കിലും എല്ലാം ആ നിലയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരാളായിരുന്നു. ആരുടെയും അവാർഡിന് വേണ്ടി അദ്ദേഹം ആരോഗ്യം എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വാങ്ങുന്ന പല അവാർഡുകളിൻ്റെ പിന്നിൽ ഒന്നാം തരം PR വർക്കാണ്. ഞങ്ങളുടെയൊക്കെ സമീപിക്കുന്നുണ്ട്. സാറിൻ്റെ അതിന് നല്ല ഗംഭീര സാധനം അവാർഡുകൾ വാങ്ങാനും മറ്റുള്ളവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാനും വേണ്ടി നടന്നു പോയ ഒരാളല്ല. സമൂഹത്തിൽ ആരും അറിയാതെ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും പിന്നെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഇ.വി. ശ്രീധരൻ. അത് വളരെ അപൂർവമായ ഒരു ക്വാളിറ്റിയാണ് എഴുത്തുകാരൻ. എന്തെങ്കിലും ഒരു 4 വരി എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് PR വെച്ച് അതിന് അവാർഡ് വാങ്ങിച്ചില്ലെങ്കിൽ ഉറക്കമില്ലാത്ത എഴുത്തുകാരുടെ കാലമാണ് ഇന്ന്. വളരെ പ്രത്യേകതയുള്ള, ആരെയും ശ്രദ്ധിക്കാതെ, തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ള ധാരണയില്ലാതെ ഒരു സാംസ്കാരിക രംഗത്ത് ഉറച്ചു നിന്നവരാണ്.